ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ദച്ചു? ഇരുട്ടിൽ ദയയെ ശ്രീറാമിൻ്റെ മുറിവാതിൽക്കൽ കൊണ്ടു നിർത്തി അടക്കിപ്പിടിച്ച ശബ്ദത്തോടെ ഗോപിക ഒരു ഉറപ്പിനെന്ന പോൽ വീണ്ടും ചോദിച്ചു. എനിക്ക് പേടിയാ ഗോപു. ശ്രീയേട്ടൻ വഴക്ക് പറയും. ദയയുടെ മുഖം ദയനീയമായി. ഇരുട്ടിൽ ഗോപികയ്ക്ക് അത് കാണാൻ സാധിച്ചില്ലെങ്കിലും അവളുടെ ശബ്ദത്തിൽ പ്രതിഫലിച്ച ഭയം ഗോപിക തിരിച്ചറിയുകയുണ്ടായി. ഏട്ടൻ നിന്നെ ഒന്നും പറയില്ല എൻ്റെ ദച്ചു. നീ ഏട്ടനെ വിളിക്ക്, സമയം പോകുന്നു, ഞങ്ങൾ താഴെ ഉണ്ടാവും. ദയയുടെ മറുപടിക്ക് കാതോർക്കാതെ കയ്യിലെ ടോർച്ച് തെളിയിച്ച് ഗോപു കോണിപ്പടികൾ താഴേക്കിറങ്ങി. ഗോപിക പോയതോടെ ദയ ആകെ വിറയ്ക്കാൻ തുടങ്ങി. അതേ വിറയലോടെ അവൾ മുന്നിലെ ശ്രീറാമിൻ്റെ വാതിൽ പൊളിയിൽ കൈപ്പത്തിയാൽ അമർത്തി തട്ടി. ശ്രീയേട്ടാ! ഉറക്കത്തിലായിരുന്ന ശ്രീറാം ദയയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ താൻ സ്വപ്നം കണ്ടതാണെന്ന് ധരിച്ചവൻ അബദ്ധം പിണഞ്ഞ പോലെ തൻ്റെ നെറ്റിയിലൊന്ന് കൊട്ടി വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു. ഉറങ്ങുമ്പോൾ പോലും ചിന്തകളിൽ ദുർഗയാണ്. സ്വയം പരിഹസിച്ചു ശ്രീറാം. വീണ്ടും വാതിലിൽ കൊട്ട് കേട്ടപ്പോൾ അവൻ ധൃതി പിടിച്ചെഴുന്നേറ്റ് മുറിയിലെ വെട്ടം തെളിയിച്ചു. സ്വപ്നമല്ലേ? ആത്മഗതത്തോടെ എഴുന്നേറ്റുടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കി ഉടുത്തവൻ ധൃതിയിൽ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ കൈകൾ കൂട്ടിത്തിരുമി പരിഭ്രമത്തോടെ നിൽക്കുന്നു ദയ. എന്തു പറ്റി ദുർഗ? ശ്രീറാം ആദ്യയോടെ ആരാഞ്ഞു. അത് പിന്നെ എനിക്ക് എന്താ, എന്തെങ്കിലും വയ്യാതെ ഉണ്ടോ? എന്താണെങ്കിലും പറയേ. ഒന്നുമില്ല, എനിക്കിത്തിരി വെള്ളം, ഒറ്റയ്ക്ക് പോകാൻ പേടിയായിപ്പോൾ. പാതി മുറിഞ്ഞു പോയെങ്കിലും ഗോപിക പഠിപ്പിച്ചു വിട്ട സംഭാഷണം ബുദ്ധിമുട്ടോടെ പൂർത്തിയാക്കി ദയ. ഓ, അതാണോ? ചോദ്യത്തോടെ ശ്രീറാം ദീർഘമായൊന്ന് നിശ്വസിച്ചു. താഴേക്ക് പോകണ്ട, എൻ്റെ ഫ്ലാസ്കിലുണ്ട് ചൂടുവെള്ളം. ശ്രീറാം പിന്തിരിഞ്ഞ് മുറിയിലേക്ക് കയറി. പദ്ധതികൾ പൊളിഞ്ഞു പോകുന്ന നിരാശയാൽ അവൾ പരിഭ്രമം പൂണ്ടു. പിന്നീട് ഉദിച്ച ബുദ്ധിയിൽ അവൾ ശ്രീറാമിനെ തടഞ്ഞു. അല്ല. ദയയുടെ ശബ്ദമുയർന്നപ്പോൾ ശ്രീറാം ഞെട്ടലോടെ പിന്തിരിഞ്ഞു. എന്താടോ? എനിക്ക് ചൂടുവെള്ളം വേണ്ട, തണുത്ത വെള്ളം മതി. താഴേക്ക് പോകാം. ദയയുടെ ഭാവപ്പകർച്ച ശ്രീറാമിൽ സംശയമുണർത്തി. അവൻ അവളെ ചുഴിഞ്ഞു നോക്കി അവൾക്കരികിലേക്ക് നടന്നെടുത്തു. ഓർഗനൈസേഴ്സ് താഴെ ഉണ്ടാക്കുമല്ലേ? നെഞ്ചിൽ കൈകൾ പിണച്ച് വാതിൽ കട്ടിളയിലേക്ക് ഒരു വശം ചാരി നിന്നവൻ ഗൗരവത്തിൽ ചോദിച്ചു. ദയ കോമരം തുള്ളും പോലെ വിറച്ചു തുള്ളി. അവനെല്ലാം മനസ്സിലായിരിക്കുന്നെന്ന വസ്തുത കുറച്ചൊന്നുമല്ല അവളെ ഭയപ്പെടുത്തിയത്. ദയ ഉമിനീര് വിഴുങ്ങിയ ശബ്ദം ശ്രീറാം തൻ്റെ കാതുകളിൽ കേട്ടു. അവന് ചിരി വന്നു. എന്തായാലും പരിപാടി മുടക്കണ്ട, ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടതല്ലേ, വാ. ദയയെ കടന്ന് ശ്രീറാം മുന്നിൽ നടന്നു. കോണിപ്പടികൾ ഇറങ്ങവേ അവൻ അവളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. നിന്ന നിൽപ്പിൽ നിന്നും ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല ദയ. വാ. ശ്രീറാം ദയയ്ക്ക് നേരെ കൈവെള്ള നീട്ടി. വിയർപ്പൊലിച്ച തൻ്റെ വലത് കൈത്തലം ദയ ശ്രീറാമിൻ്റെ കൈയിലേക്ക് ചേർത്ത് വെച്ചു. ഇരുവരുടെയും വിരലുകൾ തമ്മിൽ കോർത്തു. ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞവർ പതിയെ ഓരോ പടികളായി താഴേക്കിറങ്ങി. അവസാന പടി ഇറങ്ങിയതും ദയ വിക്കി വിക്കി ചുമച്ചു. ഇല്ലാത്ത ചുമയുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവളുടെ പ്രവൃത്തി ശ്രീറാമിനെ വീണ്ടും രസിപ്പിച്ചു. ഈ പെണ്ണിനെയും കൊണ്ട് മന്ത്രിച്ചുകൊണ്ടവൻ വലത് കൈയാൽ തൻ്റെ മുഖം മറച്ചു കുലുങ്ങി ചിരിച്ചു. അല്പനിമിഷങ്ങൾക്കകം ഇരുട്ടിനെ ഭേദിച്ച് ഹാളിൽ അലങ്കാര ബൾബുകൾ തെളിഞ്ഞു. പാർട്ടി പോപ്പറുകൾ ഉച്ചത്തിൽ പൊട്ടി. ദയ ഞെട്ടലോടെ ശ്രീറാമിനോട് ചേർന്ന് നിന്നു. ഹാപ്പി ബർത്ത്ഡേ ട്ടാ! ഗോപു ഉറക്കെ വിളിച്ചു കൂവി. ശ്രീറാമിൻ്റെ ഭാവം അറിയാനുള്ള ജിജ്ഞാസ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. അവളിൽ മാത്രമല്ല, ശരണിലും. അവരിരുവരെയും നിരാശപ്പെടുത്താൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. താൻ ഞെട്ടിയതുപോലെ കണ്ണുകൾ മിഴിച്ച് ശ്രീറാം വലത് കൈയാൽ തൻ്റെ ബാ മൂടിപ്പിടിച്ചു. അവൻ ആശ്ചര്യപ്പെട്ടത് കാണെ ഗോപു സന്തോഷം കൊണ്ട് 2 ചാട്ടം ചാടി ഓടി വന്നവനെ പുണർന്നു. ഒരു കൊച്ചു കുഞ്ഞായിരുന്നു അവളപ്പോൾ. തൻ്റെ ഏട്ടൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നൊരു പൊട്ടിപ്പെണ്ണ്. ശ്രീറാം ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി. താങ്ക് യു മൈ ബേബി ഡോൾ. വളരെ പതിയെ ഗോപികയുടെ കാതോരം ഒഴിഞ്ഞവൻ അവളുടെ നെറുകിൽ തലോടി. ശേഷം നിറച്ചിരിയോടെ നിൽക്കുന്ന ശരണ്യനെ നോക്കി ചുണ്ടുകൾ വിടർത്തി. അതിൽ തൻ്റെ അനുജനോടുള്ള നന്ദി അവൻ ഒളിപ്പിച്ചിരുന്നു. ഹാളിന് ഓരോ കോണിൽ നിന്നും കൈലാസ് ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരും അവർക്കരികിലേക്ക് എത്തിച്ചേർന്നു.
ശ്രീറാമിനെ ആശംസകൾ കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് അവർ കേക്ക് മുറിച്ചു, സമ്മാനങ്ങൾ കൈമാറി. ദയയ്ക്കെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. ശ്രീറാം വായിൽ വെച്ച് കൊടുത്ത കേക്ക് അവൾ വിടർന്ന മിഴികളോടെ രുചിച്ചിറക്കി. ആദ്യമായിട്ടായിരുന്നു അവൾ അതിൻ്റെ സ്വാദറിയുന്നത്. നാവിൽ തൊട്ടയുടൻ രസമുകുളങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങുന്ന പുതുരുചി അവൾക്കേറെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കുഞ്ഞിനോടെന്ന പോൽ ശ്രീറാം കണ്ണുകൾ വീർത്തി പുരികം പൊക്കി ചോദിച്ചു. ദയ നാവിനാൽ അതരങ്ങൾ തൊട്ടുഴിഞ്ഞ് അവനെ നോക്കി ഇഷ്ടപ്പെട്ടെന്ന അർത്ഥത്തിൽ തലകുലുക്കി. ശ്രീറാം ഒന്ന് മന്ദഹസിച്ച് ഒരു കഷ്ണം കൂടെ മുറിച്ചെടുത്ത് അവൾക്ക് നൽകി. ദയ അത് ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച അവൻ്റെ മനസ്സ് നിറയ്ക്കാൻ പാകത്തിനുള്ളതായിരുന്നു. സമയം കടന്നു. മുത്തശ്ശനൊഴികെ ആരും അന്നുറങ്ങിയില്ല. പൊട്ടിച്ചിരിച്ചും പരസ്പരം കളിയാക്കിയും ഓർമ്മകൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും ആ രാവ് പുലരും വരെ അവരെല്ലാവരും ആഹ്ലാദിച്ചു, ആസ്വദിച്ചു. ഓർമ്മകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ പാകത്തിന് ഓരോ നിമിഷവും മതിമറന്ന് തന്നെ ആഘോഷിച്ചു. വന്ന അതിഥികളെല്ലാവരും തിരികെ മടങ്ങിയപ്പോൾ ശ്രീറാം പതിയെ തൻ്റെ മുറിയിലേക്ക് വലിഞ്ഞു. രാവിലെ മുതൽ ആരൊക്കെയോ വരികയും പോവുകയും ചെയ്യുകയുണ്ടായി. എല്ലാവരെയും സൽക്കരിച്ച് വയ്യാതെ ആയിരിക്കുന്നു. ഇന്നലെ രാത്രി ഉറങ്ങുകയും ചെയ്തില്ല. അതിനാലാകണം വല്ലാത്ത ക്ഷീണം, തല പൊട്ടിപ്പൊളിയുന്ന പോലെ. അവൻ തൻ്റെ ഇടത് കൈ നെറ്റിക്ക് കുറുകെ വെച്ചു. വയ്യേ. വളരെ പതിഞ്ഞ സ്വരം. കണ്ണുകൾ തുറന്നവൻ ദയയെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ അവൾക്ക് വല്ലാത്ത പരിഭ്രമം പോലെ. കൈകൾ രണ്ടും പിന്നിലേക്ക് മറച്ചു പിടിച്ചിരിക്കുകയാണ്. എന്താടോ? ഞാനൊരു കാര്യം തന്നാ വാങ്ങിക്കുമോ? അവൾ മടിയോടെ ചോദിച്ചത് കേൾക്കെ ശ്രീറാം ആകാംക്ഷയോടെ ദയയ്ക്ക് നേരെ മറു ചോദ്യം എറിഞ്ഞു. എന്തത്? ദയ വളരെ പതിയെ തൻ്റെ കയ്യിലെ നാലാക്കി മടക്കിയ ഡ്രോയിങ് ക്യാൻവാസിലെ വെള്ള പേപ്പർ ശ്രീറാമിന് നേരെ നീട്ടി. അവനത് ധൃതിയിൽ വാങ്ങി തുറന്നു നോക്കി. ശ്രീറാമിൻ്റെ കണ്ണുകൾ ഒരേ സമയം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും മിഴിഞ്ഞു. അവൻ്റെ ചിത്രം വരച്ചു നൽകിയതായിരുന്നു ദയ, അവനെ ജീവനോടെ പകർത്തി വെച്ചതുപോലെ. എല്ലാവരും തന്നതുപോലെ വിലപിടിപ്പുള്ള സമ്മാനം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ദയ വിഷമത്തോടെ കൂട്ടിച്ചേർത്തു. ശ്രീറാമിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. സന്തോഷം കൊണ്ടവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. കണ്ണുകൾ പതിയെ നിറഞ്ഞു തുടങ്ങി. അവൻ ഏറെ പ്രിയപ്പെട്ടവൾക്കരികിൽ നിന്നും അത്രയേറെ മൂല്യമുള്ള പിറന്നാൾ സമ്മാനം. ശ്രീറാം കിടക്കയിൽ നിന്നും നിറങ്ങിയിറങ്ങി ദയയ്ക്ക് അഭിമുഖമായി നിന്നു. ഞാൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു വിട്ടടോ. എന്താ? ദയ ഉമിനീര് വിഴുങ്ങി. അവളുടെ കണ്ണുകൾ തുറച്ചു. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടേന്ന് ശ്രീറാം ആവർത്തിച്ചു. ദയ താനേതോ മായാലോകത്തെത്തിപ്പെട്ടെന്ന പോൽ അവനെ നോക്കി മന്ദതയോടെ തലയാട്ടി. അടുത്ത നിമിഷം ശ്രീറാം അവളെ വാരി പുണർന്നു. ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണോ. ഇതിൽ കൂടുതൽ വിലപിടിപ്പുള്ളതൊന്നും ആർക്കും തരാൻ കഴിയില്ല. താങ്ക് യു സോ മച്ച്. ഇളം കാറ്റ് പോൽ ശ്രീറാമിൻ്റെ അതിമൃദുലമാർന്ന സ്വരം ദയയുടെ ചർമ്മത്തെ തഴുകി ഉണർത്തി. അവനൊന്നുകൂടെ വളരെ സ്നേഹത്തോടെ ദയയുടെ കുഞ്ഞുടലിനെ ദേഹത്തോട് അണച്ചു പിടിച്ചു. ദയയ്ക്ക് തൻ്റെ മേലാകെ കുളിരുകൂരി. ആരും അറിയാതെ അവളിൽ അവളായി ഒളിപ്പിച്ചു വെച്ച ശ്രീറാമിനോടുള്ള സ്നേഹം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് പുറത്തേക്ക് പ്രവഹിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ, തൻ്റെ കുറവുകളെക്കുറിച്ചോർന്ന് വേവലാതിപ്പെടാതെ ദയയുടെ ഇരു കൈകളും ശ്രീറാമിനെ ശക്തമായി പുണർന്നു. അല്പനേരം സ്വയം മറന്നവർ അതേ നിൽപ്പ് തുടർന്നു. ദുർഗ. അവൻ്റെ നെഞ്ചിൻ ചൂടിലേക്ക് ഒന്നുകൂടെ കുറുകി ചേർന്നവൾ അലസമായി മൂളി. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു നടന്നത് എന്തിനാ? ഞാൻ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണോ? അവളൊന്നും മിണ്ടിയില്ല. എന്നെ ഇഷ്ടമല്ല എന്നുണ്ടോ തനിക്ക്? എൻ്റെ പ്രായം അതാണോ താൻ? വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ ദയ തൻ്റെ കൈപ്പത്തിയാൽ ശ്രീറാമിൻ്റെ ചുണ്ടുകൾക്ക് മീതെ മറ തീർത്തു. അവനെ നോക്കി അരുതെന്ന് വിലങ്ങനെ തലയനക്കുമ്പോൾ അവളുടെ മിഴികൾ തുളുമ്പിയിരുന്നു. തൻ്റെ കുറവുകളെ ഓർത്തുള്ള നിസ്സഹായത ആ മുഖത്ത് പ്രകടമായി. ഒരുപാട് ഇഷ്ടാ. അവളുടെ ഹൃദയം അലമുറയിട്ടു. പക്ഷെ ഒരു വാക്ക് പോലും നാവിൻ തുമ്പിൽ നിന്നും മുതിർന്നു വീണില്ല. അവൾ തീർത്തും മൗനിയായി. ദയയുടെ മൗനം ശ്രീറാമിനെ നൊമ്പരപ്പെടുത്തിയെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. അവളെ നിർബന്ധിക്കാനോ
തന്നെ ഇഷ്ടപ്പെടാത്തതിന് പഴിക്കാനോ പരാതി പറയാനോ അവൻ ഒരുക്കമായിരുന്നില്ല. ചിന്തകളിലും പ്രവർത്തികളിലും ദയ എന്ന പെൺകുട്ടി ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് സഞ്ചരിക്കാനുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. മഹിയമ്മേ, ദച്ചു എവിടെ? അടുക്കളയിലേക്ക് കയറിയ കൈലാസിൻ്റെ ചോദ്യം കേട്ട് മഹാലക്ഷ്മിയും ശാന്തിയൊക്കെയും ഒരുപോലെ അവനെ ഉറ്റുനോക്കി. മുറിയിലുണ്ട്. എന്താ മോനെ? അവർ വളരെ സൗമ്യമായി തിരക്കി. എൻ്റെ ഓഫീസിലെ 2 കൊളീഗ്സ് വരുന്നുണ്ട് വീട്ടിലേക്ക്. അവരൊന്ന് വെൽക്കം ചെയ്യാൻ എനിക്ക് അവളുടെ ഹെൽപ്പ് വേണം. ഗോപു ഉണ്ടായിരുന്നെങ്കിൽ അവൾ മതിയായിരുന്നു. പക്ഷെ അവൾ രാവിലെ പോയില്ലേ. അതിനെന്താ കിച്ചു? അവരോട് ഇവിടേക്ക് വരാൻ പറയൂ, ഞാനുണ്ടല്ലോ ഇവിടെ. മഹാലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാവില്ല മഹിയമ്മേ. എങ്കിൽ ഞാനങ്ങ് വരാം, വരൂ. ഉടുത്തിരുന്ന സാരിത്തുമ്പിൽ കൈ തുടച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും കൈലാസ് അവരെ തടഞ്ഞു. വേണ്ട മഹിയമ്മേ, ദച്ചു ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, മേലനങ്ങി വല്ലതും എടുക്കട്ടെ അവൾ. കളിയാക്കി പറഞ്ഞതാണെങ്കിലും അവൻ്റെ വാക്കുകളിൽ അവളോടുള്ള പരിഹാസം ഒളിഞ്ഞിരുന്നു. ഞാൻ അവളെ വിളിച്ചിട്ട് വരാം, അവരിപ്പിങ്ങെത്തും. കൈലാസ് പിന്തിരിഞ്ഞ് നടന്നു. മഹാലക്ഷ്മിയും ശാന്തിയക്കയും പരസ്പരം നോക്കി. അക്ക, റാം പാപ്പയെ വിളിക്ക്. ശാന്തിയക്കയിൽ ഒരമ്മയുടെ വേവലാതിയും വെപ്രാളവും നിറഞ്ഞു. ശ്രീ സ്റ്റുഡിയോയിലായിരിക്കും. അവനെ ഇപ്പോൾ വിളിച്ചാൽ അവൻ ടെൻഷനാവും. ശരണിനെ വിളിക്കാം. അവർ പരിഭ്രാന്തിയോടെ തൻ്റെ മുറി ലക്ഷ്യമാക്കി ഓടി. ഹാളിലെത്തിയപ്പോൾ കണ്ടു ദയയെ കൂട്ടി പടികളിറങ്ങി വരുന്ന കൈലാസിനെ. മഹാലക്ഷ്മി ദയയെ നോക്കി. അവളുടെ കണ്ണുകൾ ഒരാശ്രയത്തിനായി 4 പാടും വ്യഗ്രതയോടെ ചലിക്കുന്നുണ്ട്. കിച്ചു, ദച്ചുമോളെ കൊണ്ടുപോയാൽ ശ്രീക്ക് അത് ഇഷ്ടപ്പെടില്ല. കൈലാസിനെ പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമമെന്നോണം മഹാലക്ഷ്മി വീണ്ടും പറഞ്ഞു നോക്കി. അതെന്താ അമ്മേ? ദച്ചു എൻ്റെ കസിനല്ലേ. ഇവളുടെ മേൽ നിങ്ങളെക്കാളും ഒക്കെ അവകാശം എനിക്കില്ലേ? പിന്നെ അടുക്കള പണി ഇവൾക്ക് പുതുമയുള്ളതൊന്നും അല്ലല്ലോ. പണ്ട് ഇവളുടെ ജോലി അത് തന്നെയല്ലായിരുന്നോ? തനിക്കുള്ളിലെ വാശിയും പകയുമെല്ലാം വാക്കുകളിൽ നിറച്ചവൻ മഹാലക്ഷ്മിയോട് തുറന്നടിച്ച് സംസാരിച്ചു. അവർ വിളറിപ്പോയി. ദയയുടെ മേൽ അവനോളം അവകാശം ശ്രീറാമിന് പോലും ഇല്ലെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണെന്ന് അവർക്കും തോന്നി. ഇനിയുമൊന്നും പറയാനില്ലാത്തപ്പോൾ മഹാലക്ഷ്മി നിശബ്ദയായി. വാ. ദയയോടായി ആജ്ഞാപിച്ചവൻ മുമ്പോട്ട് നീങ്ങി.